RJ Sean. Ramya Nambishan is here with me. Welcome back. Thank you. ഞാനിപ്പോ രമ്യയുടെ ചില സോങ്സ് പ്ലേ ചെയ്യാൻ പോവാണ്. രമ്യ ആദ്യം പാടിയ പാട്ട് ആണ്ടേലോണ്ടേ ആണ്ടേലോണ്ടേ. ആണ്ടേലോണ്ടേ നേരെ കണ്ണിലെ ചന്ദിരന്റെ പുലാലാണ് കണ്ട പാടെ നാണം കൊണ്ട് ഏത് ഭാഷ? മലയാളാണ് കേട്ടോ. ഏതാണ് ഇത് ആദ്യം കേട്ടപ്പോ ഞാൻ ശരത് സാറിന് ചോദിച്ചു ഏത് ഭാഷ ഇങ്ങനെയാണ് ഞാനും ചോദിച്ചു. അപ്പൊ ഇത് മലയാളം തന്നെയാണ് മോളെ. ഇത് ശരിക്കും ഒത്തന്റിക് ആയിട്ടുള്ള കൊളോക്കിയൽ മലയാളമാണ്. പിന്നെ ഇത് വരികൾ എഴുതിയിട്ടുള്ള നാടൻ പാട്ടുകൾ എഴുതുന്ന നമ്മുടെ മാസ്റ്റർ ഓഫ് നാടൻ പാട്ട് കാവാലം നാരായണ പണിക്കർ സാറാണ്. പണ്ട് മലയാളത്തിന്റെ ഒരു കൊളോക്കിയൽ വേർഷൻ ആണ്. നെക്സ്റ്റ് സോങ്. ഇനി ഞാൻ ഒരു അർത്ഥം പറയുക റൗണ്ട് നടത്താൻ പോവാണ്. സജല മിഴികളോ? സജല മിഴികൾ നിറഞ്ഞ മിഴികളായിരിക്കും. ശരി, എന്റെ റഫീഖ് അഹമ്മദ് സാർ. സോറി. ഹേമന്ത നിദ്രാവരം. എന്താ നിദ്ര? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഹേമന്ത നിദ്രാവരം എല്ലാം മനസ്സിലായില്ലേ? അതാണത്. എനിക്കൊന്നും മനസ്സിലായില്ല. രമ്യ പാട്ട് പഠിച്ചിട്ടുണ്ട്? പാട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം അസലായി അറിയാം. ഹിന്ദോളം. ഹിന്ദോളം എന്ന് പറയുന്നത് ഹിന്ദോളത്തിലെ ഒരു ഫേമസ് ആയിട്ടൊരു സോങ് ഉണ്ട്. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു. ഇതൊക്കെ ഹിന്ദോള രാഗമാണ്. മോഹന കല്യാണി. കണ്ണാടി ആദ്യമായി ഭാഗ്യരൂപം സ്വന്തമാക്കി. റൈറ്റ് നൗ രമ്യയുടെ ലേറ്റസ്റ്റ് ഹിറ്റ് ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. Here we go. അത് മുത്തുച്ചിപ്പി. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കത്തിനുള്ളിൽ കിന്നാരം. സത്യം പറയണം, ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം അധികം കത്തുകളും പ്രപ്പോസൽസും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇതിനും ഒരു ഷോ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് കുറെ ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സംതൃപ്തയായി. ലവ് ലെറ്റേഴ്സിൽ എന്താ എഴുതിയിരുന്നത്? എത്രാമത്തെ വയസ്സിലായിരുന്നു? 13. ഞാൻ കുട്ടിയെ കല്യാണം കഴിച്ചോളെ, എനിക്ക് നല്ല സ്വത്തും പണവും ഉണ്ട്, ഇനി പ്രോഗ്രാം ഒന്നും ചെയ്യേണ്ട, ഇങ്ങ് പോരെ. റിയൽ ലൈഫിൽ ലവ് ലെറ്റർ ആയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്കത് സ്കൂൾ ലൈഫിലാണെങ്കിൽ ഞാൻ അതൊന്നും എൻജോയ് ചെയ്യാത്തൊരു കുട്ടിയാണ്. വളരെ എനിക്കറിയാം, എന്നെ ആരും പ്രപ്പോസ് ചെയ്തില്ല. എന്റെ ഫ്രണ്ട്സിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്നെ മാത്രം ആരും പ്രപ്പോസ് ചെയ്യാത്തതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കൂട്ടുകാരികളൊക്കെ എനിക്ക് തോന്നുന്നു അവരെന്നെക്കാളും സുന്ദരികളും സ്മാർട്ടും ആയതാനായിരിക്കും. ഇന്നുവരെ എനിക്കങ്ങനെ ഒരു പേഴ്സണൽ പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഐ ലവ് യു എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. പൊളിഞ്ഞു. ആര് പൊളിച്ചു? ഞങ്ങൾ എന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പൊളിച്ചു. സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. ക്ലബ് FM എന്റെ കൂടെ ഉണ്ട് രമ്യ നമ്പീഷൻ. ട്രാഫിക് ചാപ്പാക്കുരിശ് ബാച്ചലർ പാർട്ടി. അവോയ്ഡ് വൺ. ഗോഡ്, എനിക്ക് ഷാനിനെ ഇഷ്ടമല്ല. അവോയ്ഡ് ഇല്ല. 3 എന്റെ ജീവിതത്തിൽ അത്യാവശ്യമായിരുന്നു. 3 സംഭവിച്ചു. സെലക്ട് വൺ. റിയൽ ലൈഫിൽ സംഭവിച്ചത് എന്ത്? ചാപ്പ കുരിശ്. ഞാനേ ഒരു കുരിശാന്ന് എന്റെ ഫ്രണ്ട്സ് പറയേണ്ടതായിരിക്കും. ഫ്രഞ്ച് കിസ്, ഫ്ലൈയിങ് കിസ്. ഫ്ലൈയിങ് കിസ്. ഫ്ലൈയിങ് കിസ് ആയിരിക്കും നല്ലത്. ആർക്ക്? എല്ലാവർക്കും. സ്കൂൾസ് ഇപ്പൊ റീഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ഓർമ്മയുള്ള ഏതെങ്കിലും നഴ്സറി റൈം പാടാമോ? കാരണം രമ്യ ഒരുപാട് പാട്ട് പാടുന്നു. ഒരു തറ പാട്ട് പാടൂ, കേക്കട്ടെ. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടുമാണ് എല്ലാരും പാടുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. വാ കുരുവി വരു കുരുവി വാഴക്കൈ മേലിരു കുരുവി. ഇതെന്റെ മ്യൂസിക് ടീച്ചർ പണ്ട് തൊട്ടേ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു പാട്ടാണ്. നല്ല പാട്ടാണല്ലോ. നല്ലതല്ലേ? അതാണ്. കുരുവി വരു കുരുവി വാഴ കൈമേൽ ഇരുകുരുവി. ബാച്ചിലർ പാർട്ടിയില് ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ആക്ടർ ആരാ? റഹ്മാനൊക്കെ എനിക്ക് ഭയങ്കര, അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ എനിക്ക് സോൾട്ട് ആൻഡ് പെപ്പർ, ആ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹി ലുക്സ് വെരി ഹാൻസം ഇൻ ദ മൂവി. ഏജ് മാറ്റേഴ്സ് ഇല്ല, സൗന്ദര്യത്തിൽ ഏജ് ഡസന്റ് മാറ്റർ എന്നാണ് തോന്നിയിട്ട്. അല്ല, വി ഷുഡ് സ്റ്റിൽ അപ്രീഷിയേറ്റ് ബിക്കോസ് അവർ ഇപ്പോഴും ആ ലുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു യു, ടെൽ മീ ഡിഫൈൻ ഫ്ലർട്ടിംഗ്. ഫ്ലർട്ടിംഗ് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാരെങ്കിലും? ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതേപോലെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. എങ്ങനെ അവർ ട്രൈ ചെയ്യാ? അങ്ങനെ നമുക്കൊന്ന് വാല് വെക്കുമ്പോൾ അറിയാലോ. അപ്പൊ തന്നെ നമ്മളവിടെ നമ്മൾ ആ ടൈപ്പ് അല്ല എന്നുള്ളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. മെസ്സേജിലാണോ ഫ്ലർട്ടിംഗ്? മെസ്സേജോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഹൗ വി അപ്രോച്ച് എ തിങ് ആണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഇതെല്ലാം മാറ്റർ ചെയ്യുന്നത്. സോ നമുക്ക് അതിന് താല്പര്യമില്ലാന്ന് ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മളാരും അപ്രോച്ച് ചെയ്യില്ല. പിന്നെ ഡിഫൈൻ ഡേറ്റിംഗ് ഈവൻ ഞാൻ ഇതുവരെ അങ്ങനെ ഡേറ്റിംഗ് ആയിട്ടൊന്നും പോയിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് റിയൽ ഡേറ്റിംഗ് ഈസ്. ഞാനത് ഭയങ്കര പുണ്യവാളതി ആവാൻ വേണ്ടി പറയണതല്ല. ഇപ്പൊ പൊതുവെ അത്ര ഗോയിങ് ഔട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല ഞാൻ. സോ അതായിരിക്കാം.
10 കണക്കിന് Fun. Alright, question number 1. ധോണിയാണ് ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയുന്നു ക്രിക്കറ്റേഴ്സിൽ. ഞാൻ ഒരു കോടീശ്വരിയാണ്. False. ഞാനൊരു ലക്ഷാധിപതിയാണ്. ആയിരിക്കാം. അല്ല, ഇറ്റ്സ് ലൈക്ക് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട്. എല്ലാ യങ്സ്റ്റേഴ്സിനുള്ള പോലെ എനിക്കും കുറെ കാശ് വേണം. True or false? കുറേ കാശ് വേണം തോന്നിയിട്ടില്ല. Rich മനസമാധാനം എനിക്ക് വേണം തോന്നിയിട്ടുള്ളത് എപ്പോഴും. ഞാൻ ഒരുപാട് കാശുള്ള പയ്യനെ കെട്ടുള്ളൂ. True or false? കാശും വേണം, അതേപോലെ നല്ലൊരു, ഞാൻ എപ്പോഴും പറയാം, സ്വഭാവവും വേണം. നല്ലത് നല്ല സ്വഭാവമൊക്കെ ഉണ്ട്, പക്ഷെ കാശ് വേണം. ആർജെ ആണെങ്കിൽ ആർജയ്ക്ക് പൈസ ഉണ്ടോ? കോടീശ്വരനാണോ? ഈ പാടുന്ന പാട്ടുകളെല്ലാം സ്റ്റേജിൽ പാടാൻ എനിക്ക് പേടിയാണ്. True or false? എനിക്ക് എല്ലാ പാട്ടും പാടാൻ പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഇനി അത് ശീലിക്കണം. നടികളെല്ലാം പറയുന്ന പോലെ ഐ വിൽ ഡു എനിത്തിങ് ഫോർ മൈ റോൾ. True or false? അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. എങ്ങനെയാണ് ജസ്റ്റിഫിക്കേഷൻ എങ്ങനെയാ വരുന്നത്? അത് ഡയറക്ടർ ഇപ്പൊ പറയുമ്പോൾ ചാപ്പാക്കുരിശ് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ചാപ്പാക്കുരിശ്. സോ അതെനിക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള എനിക്ക് കാരണങ്ങളുണ്ട്. അത് തന്നെ ഞാൻ അത് ചെയ്തു. അല്ല, എനിക്ക് കാരണമില്ലാണ്ട് ഞാൻ വേറെ ആരൊക്കെയോ പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ അതിന് അനുഭവിക്കും. ഒരു സ്ട്രേഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇങ്ങനെ റോൾ ഓഫർ ചെയ്തു, ഇങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞു, അന്ന് ഈവനിംഗിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി എത്ര നേരം ആലോചിച്ചു? ഏതൊരു പെൺകുട്ടിയെ പോലെ ഞാൻ റിജക്ട് ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഫാമിലി ആയിട്ട്. എന്റെ അച്ഛനും എന്റെ അനിയനും അമ്മയൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അനിയൻ പറഞ്ഞു ഗോ ഫോർ ഇറ്റ് എന്നാണ് പറഞ്ഞത്. അച്ഛനും ഈ പറയുന്നത് അവരെ കുറച്ചും കൂടെ സിനിമയായിട്ട് കാണുന്ന ആൾക്കാരാണ്. ആ ഒരു തിങ്കിങ്ങിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. റോൾ ആവശ്യപ്പെട്ട ഇനിയും ഞാൻ ഫ്രണ്ട്സ് കിസ് ചെയ്യും. ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ തിങ്ക് ചെയ്യും, ബിക്കോസ് ആ സിനിമയുടെ സ്വഭാവം എനിക്കിപ്പോൾ തീരുമാനം ഒന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി അങ്ങനെ റോള് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രാഫിക്കിന്റെ റോള് കഴിഞ്ഞതിന് ശേഷം രമ്യക്ക് ഇങ്ങനത്തെ റോൾസ് മാത്രം വരുന്നു എന്നുള്ള റൂമർ അഭ്യൂഹം കേട്ടിരുന്നു. ഇതാണ് ഓഫർ. ചിലവർ അങ്ങനെ ഒരു നമ്മളോട് ചോദിക്കാണ്ട് ഒരു ഇന്ന 2 സീനുണ്ട് എന്നൊക്കെ രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു എനിക്ക് തക്കതായിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ പറയും. തെലുങ്കിൽ നിന്നൊക്കെ ആയിരുന്നു എനിക്ക് അങ്ങനത്തെ ഓഫേഴ്സ്. ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ രമ്യ, ദിസ് ഇസ് എ സ്റ്റോറി ആൻഡ് യു ഹാവ് വൺ ലൈക്ക് ലിപ് ലോക്ക് ഇൻ ദാറ്റ് ആൻഡ് യു ഹാവ് ടു വെയർ എ ബിക്കിനി. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വാട്ട് ദ ഹെൽ മാൻ, നിങ്ങളെന്തീ പറയുന്നത്? അപ്പത്തിന് അവർക്ക് വേണ്ട മറുപടി കൊടുത്ത് ഞാൻ വെപ്പിച്ചു. പിന്നെ അവർ വിളിച്ചിട്ടില്ല. സ്റ്റാർ ജാം ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ടൺ 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 കണക്കിന് ഫൺ. ടൺ 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 കണക്കിന് ഫൺ. ഇതുവരെ അറസ്റ്റിൽ തന്നെയായിരുന്നു എന്റെ അമ്മ. And right now Ramya Nambishan is under arrest. Let's go. രമ്യ ഐഡിയലി സ്പീക്കിംഗ് 12 വർഷമായി ഇൻഡസ്ട്രിയിലെത്തി. ഒരു ഡസൻ വർഷം എടുത്തു രമ്യ നമ്പീശനെ തിരിച്ചറിയാൻ. Why is it so? ടൈം മാറ്റേഴ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ എന്താ പറയുന്ന ടാലന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് സ്റ്റിൽ ടൈം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഹാവ് ടു ബി റൈറ്റ് സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടണം. അതിനൊരു ടൈം ഉണ്ട്. അപ്പോൾ ടാലന്റ് എല്ലാം കൂടെ കോർത്തിണക്കി ഒരു സമയം വരും. ആ സമയമാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് തോന്നി. എന്റെ കാര്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴാ തോന്നിയത് ട്രാക്ക് മാറ്റി പിടിക്കാൻ സമയമായി, ഗിയർ ഷിഫ്റ്റ് ചെയ്യണം? ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ പുറത്ത് ഇൻഡസ്ട്രിയിൽ പോയി തുടങ്ങിയപ്പോൾ അവർ പ്രൊഫഷനെ കാണുന്ന രീതി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറലി അത് കണ്ട് എനിക്കൊരു വാശി തോന്നി ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങണം. എൻ്റെ പ്രശ്നം എൻ്റെ കുറച്ച് തടിച്ച ശരീരമായിരുന്നു എൻ്റെ പ്രശ്നം. അത് ഞാൻ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ കുറയ്ക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഓഫേഴ്സ് വന്നു. പിന്നെ ഞാനൊരു ഫോട്ടോഷൂട്ട് ഇങ്ങനെ വന്നപ്പോൾ അത് ഇവിടെ സ്വാഭാവികമായിട്ട് ആ പിക്ചേഴ്സ് ഇവിടെ വന്നു. അങ്ങനെ കണ്ട ആൾക്കാർ അത് വലിയ മേക്ക് ഓവർ ആയിട്ട്, ഞാനത് മേക്ക് ഓവർ ആവണം, അത് ഭയങ്കര സംഭവമാണെന്ന് ചെയ്തതൊന്നും അല്ല. ജസ്റ്റ് ഒരു പ്രത്യേക ഒരു ആൽബം ഷൂട്ടിൽ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിൽ സംഭവിച്ച കാര്യം അത് ഇവിടെ വന്നത് എനിക്ക് അനുഗ്രഹമായി എന്ന് പറയാം. വ്യത്യാസം എന്താണ്? 5 വർഷം മുമ്പ് രമ്യ നമ്പീശനെ ഇൻഡസ്ട്രി റിസീവ് ചെയ്തിരുന്ന രീതിയും ഇന്ന് ഇൻഡസ്ട്രി റിസീവ് ചെയ്യുന്ന രീതി എന്നുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, 5 വർഷം മുമ്പ് രമ്യ നമ്പീശൻ തന്നെ ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. ബിക്കോസ് രമ്യ നമ്പീശൻ ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ രമ്യ നമ്പീശൻ ഇന്ന പടത്തിൽ അഭിനയിച്ച അങ്ങനെ ഉള്ളൂ. ഇപ്പൊ രമ്യ നമ്പീശൻ എന്ന് പറയുമ്പോൾ കുറച്ച് സിനിമകളുടെ പേര് പറയാൻ പറ്റും. ഇപ്പൊ രമ്യ നമ്പീശൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി, ഇൻഡസ്ട്രിക്ക് മനസ്സിലായി. അതെനിക്ക് സന്തോഷമുണ്ട്. വാട്ട് ഇഫ് ട്രാഫിക് ഒരു ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ? വാട്ട് ഇഫ് ചാപ്പാക്കുരിശ് ഒരു ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ? ഒന്നും സംഭവിക്കില്ലായിരിക്കും. ഇതേപോലെ തന്നെ രമ്യ നമ്പീശൻ അഗെയിൻ ഇൻ ടു ദ ഫ്ലോപ്പ് ലൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. Fantastic. Yeah. And you made it. അതാണ് ഏറ്റവും വലിയ കാര്യം. You made it. And as I always say, 2012 is your year. Oh, thank you, Shan. അതിന്റെ പകുതി ദൂരത്ത് എത്തി നിൽക്കാണ്. ആൻഡ് ഇനി ഇരട്ടി ദൂരം ഓടാനുണ്ട്. ഇത് ക്ലബ് FM സ്റ്റാർ ജാം ടാൻ കണക്കിന് ഫൺ.